അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള വചനപ്രകാരം ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ സദൃശവാക്യം 1-ാം അധ്യായം 8-9 വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അവ നിൻ്റെ ശിരസിന് അലങ്കാരമാലയും നിൻ്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. മക്കൾ കൈക്കൊള്ളേണ്ട ദൈവത്തിൻ്റെ ആലോചനയാണ് ഇന്നത്തെ ധ്യാനവാക്യത്തിൽ ഉള്ളത്. അപ്പൻ്റെ പ്രബോധനം കേൾക്കണം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. ഇന്ന് മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കന്മാരുണ്ട്. മക്കളുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്നുള്ള ദുഃഖം ഇരിക്കുമ്പോൾ മക്കളെ ദൈവം കൊടുത്ത മാതാപിതാക്കന്മാരിൽ പലരും എൻ്റെ മകൻ, എൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് നീറുന്ന അവസ്ഥയാണ് പലപ്പോഴും പലയിടത്തും കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മക്കളോടൊത്ത് നാം ചിലവഴിക്കേണ്ട സമയം, മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം, അവരെ നടത്തേണ്ടുന്ന ബാലശിക്ഷകൾ, അതിൽ നിന്ന് നാം പുറകോട്ട് പോയാൽ തീർച്ചയായും പുത്രവാത്സല്യം നാളെ നമ്മെ ദുഃഖിപ്പിക്കുവാൻ ഇടയാകും. മക്കളെ സ്നേഹിക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അമിതമായ പുത്രവാത്സല്യം നിമിത്തം മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ദൈവം നമ്മുടെ കൈകളിൽ വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ വളർത്തി ദൈവത്തിൻ്റെ കൈകളിലേക്ക് തിരികെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും മക്കളോട് ഒത്ത് ഇരുന്ന് അവർക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാനുള്ള സമയങ്ങൾ ഓരോ അപ്പനും അമ്മയും കണ്ടെത്തണം. സദൃശവാക്യം 13-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഞാൻ എൻ്റെ മകനെ ഇതുവരെ നുള്ളി നോവിച്ചിട്ടില്ല എന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്ന ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു എന്നാണ് തിരുവെഴുത്ത്. മാത്രമല്ല, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ അവനെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശിക്ഷണവും പ്രബോധനവും ഇല്ലാതെ വളരുന്ന മക്കൾ തീർച്ചയായും നാശത്തിലേക്കും ഭോഷത്വത്തിലേക്കും പോകുന്നവരാകും, തന്നിഷ്ടക്കാരാകും, ദൈവമില്ലാത്തവരായി തീരും. ശാസിക്കാതെ ഇരിക്കുന്നത് സ്വന്തം മക്കളെ വെറുക്കുന്നതിന് തുല്യമാണ്. അവർ തെറ്റായ മാർഗത്തിൽ പോകുവാൻ അത് നിമിത്തം ഇടയാകും. ശിക്ഷണം നൽകാതിരിക്കുന്ന മാതാപിതാക്കൾ മക്കളെയെല്ലാം തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എല്ലായ്പ്പോഴും ശിക്ഷണം നൽകുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മകനെ, യഹോവയുടെ ശിക്ഷ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിക്കുകയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന സദൃശവാക്യം 3:11 19-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പ്രത്യാശ ഉള്ളിടത്തോളം നിൻ്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത് എന്നാണ്. മരണത്തിലേക്ക് നയിക്കുന്ന തെറ്റായ വഴികളിൽ നിന്ന് മക്കളെ രക്ഷിക്കുന്നതിനുള്ള ശരിയായ മാർഗമാണ് അവരെ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത്. ശിക്ഷണം അവർക്ക് നിരസിച്ചാൽ അവർ നശിക്കുന്നതിന് നാം അനുവാദം കൊടുക്കുന്നത് പോലെയാണ് എന്ന് ഒരിക്കലും നാം മറന്നു പോകരുത്. അതുകൊണ്ട് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ബാലൻ്റെ ഹൃദയത്തോടെപ്പോഴും ഭോഷത്വം പറ്റിയിരിപ്പുണ്ട്. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും.
ഭോഷത്വത്തോടും പാപത്തോടും ചായ്വുള്ള ഒരു സ്വഭാവമാണ് എല്ലാ വളരുന്ന കുട്ടികൾക്കുമുള്ളത്. അതിനാൽ ഓരോ കുട്ടിക്കും പരിശീലനവും ശിക്ഷണവും അത്യാവശ്യമാണ്. മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കണം, പ്രബോധിപ്പിക്കണം. അപ്പോൾ തന്നെ മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, അപ്പൻ്റെ പ്രബോധനം കേൾക്കണം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അവ നിൻ്റെ ശിരസിന് അലങ്കാരമാലയും നിൻ്റെ കഴുത്തിന് ഒരാഭരണവും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നാളെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം, ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയുണ്ടാകണം. തീമോത്തിയൂസിൻ്റെ അമ്മയും വലിയമ്മയും ആ ബോധ്യം ഉണ്ടായിരുന്ന സഹോദരിമാരാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവർക്ക് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുക്കണം. ചില രാജ്യങ്ങളിലൊക്കെ മക്കളെ ശിക്ഷിക്കരുത്, ശാസിക്കരുത് എന്നുള്ള നിയമങ്ങൾ പോലും നിലവിലുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മക്കൾ പോവുകയാണ്. സ്നേഹിക്കുന്നവൻ മക്കളെ ശിക്ഷിക്കണം. പഥ്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും മക്കളെ വളർത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ അവരുടെ ഉത്തരവാദിത്വം ചെയ്യട്ടെ, നിവർത്തിക്കട്ടെ. മക്കൾ തീർച്ചയായും അപ്പനും അമ്മയും പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അനുസരിക്കുന്നത് അവർക്ക് പ്രയോജനമാണ്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്. തീർച്ചയായും ഉപദേശവും ശാസനയും ആദ്യം പ്രയാസമെന്ന് തോന്നിയാലും പിന്നത്തേതിലത് അനുഗ്രഹമാകും. സ്വർഗസ്ഥ പിതാവേ, മാതാപിതാക്കന്മാരുടെ കടപ്പാടുകളും മക്കളുടെ ഉത്തരവാദിത്തങ്ങളും ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു